ഹായ്, ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കലാണ്. ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 4.1 സെൻറ്റ് സ്ഥലത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റും എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 800 മീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ അവൈലബിൾ ആണ്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വില്ല വരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വില്ലയെ കുറിച്ച് തന്നെയാണ്. നമുക്ക് അതിൻ്റെ എലവേഷനിലേക്ക് ഒന്ന് നോക്കാം. കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന എലവേഷനാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിനടിയിലായിട്ട് കുറച്ച് സിമെന്റ് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. താഴെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മുടെ റോഡുകൾ കൊടുത്തിരിക്കുന്നത് വലിയ വിഡ്ത്തുള്ള റോഡുകളാണ്. 5 മീറ്ററാണ് റോഡിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഏകദേശം 10ഓളം വീടുകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഇവിടെ ഇനി 3 വീടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അതിലുള്ള ഒരു വില്ലയാണിത്. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു മതിൽ കൊടുത്തിരിക്കുന്നു. GI ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്ക് അവിടെ കാണാം. സ്ലൈഡിങ് ഗേറ്റ് ആണ് വരുന്നത്. GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാവുന്ന ഒരു ഗേറ്റും വരുന്നു. നേരെ കയറി വരുന്നത് കാർ പോർച്ചിലേക്കാണ്. മുറ്റത്ത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. പുറകിലായിട്ട് ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. 2 വശങ്ങളിലായിട്ട് ഈ പില്ലർ, കാർ പോർച്ചിൻ്റെ പില്ലറും സിറ്റ് ഔട്ടിൻ്റെ പില്ലറും വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഇവിടെയും ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു. വീടിൻ്റെ 2 വശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അപ്പുറത്ത് വശത്തും നമുക്ക് നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. എല്ലാ സമയത്തും ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് വീടുള്ളത്. കിണറിന് പുറമെ വാട്ടർ കണക്ഷനും കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വാട്ടർ കണക്ഷൻ എടുക്കാവുന്നതാണ്. വീടിനകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കട്ടിലുകളും തേക്കിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. അതുകൊണ്ട് ചൂട് അല്പം കുറവായിരിക്കും. നല്ലൊരു ഷാൻലിയർ മോഡൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റെപ്പിന് അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഈ ആർക്കി ഡ്രൈവ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും തിരിക്കുന്നതിനാണ് ഈ ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് TV യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഒരു ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. 3 ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. കിച്ചണിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലിവിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത്. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് വൈറ്റ് കളറിലെ നാനോ വൈറ്റ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് അല്ല, പക്ഷെ ടൈലാണ്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് കളറിലുള്ള വാൾ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 3 പാളി വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2 പാളിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും താഴെയുമായി ഒരുപാട് കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. മൾട്ടിവുഡിലാണ് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലാണ് താഴത്തെ ലാമിനേഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ വൈറ്റ് കളറാണ് മുകളിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിന് പ്രത്യേകത ഉണ്ട്. വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതാണ് വർക്ക് ഏരിയ. സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ തന്നെയാണ്. നമുക്ക് റഫായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ഒരു സിങ്ക്, ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ ആണ് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് വലിയ കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് ഇവിടെ വരുന്നുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് 2 ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ എൻ്റെ 2 വശത്തുമായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ജനൽ ഈ ഭാഗത്തും വരുന്നുണ്ട്. വലിയ വാർഡ്രോബാണ് വരുന്നത്. വാർഡ്രോബിന് പുറമേ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഫോൾ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു. വലിയൊരു ഷെൽഫ് ഈ ഭാഗത്ത് വരുന്നുണ്ട്, ഒരു വലിയ മിറർ. ഇതാണ് ബാത്റൂം. ബാത്റൂമിന്റെ ഡോറ് ഈട്ടിയുടെ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്രോമിയത്തിന്റെ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പുറം വശത്തായിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അധികം വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെന്റ് കളറിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സൊമാനിയുടേതാണ്. സാനിറ്ററി ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളും എല്ലാം വരുന്നത്. ഇവിടെ വാഷ് ബേസിനാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിന്റെ കാര്യം. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. അടുത്ത ബെഡ്റൂം ഈ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ബാത്റൂമാണ്. ഇവിടെയാണ് ബാത്റൂം. സെയിം ടൈപ്പ് ഡോറ് തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ടൈലുകൾക്ക് വ്യത്യാസമുണ്ട്. ടൈലുകൾ 2 ഡിഫറെന്റ് കളറുള്ള ടൈല് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്. ഇതെല്ലാം ഈ ടൈലുകളെല്ലാം നമുക്ക് വരുന്നത് കാർബൺ ഡിസൈനിലുള്ള ടൈലുകളാണ്. ഇവിടെ സൊമാനിയുടെ ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം വരുമ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ജനലാണ്. ഫ്രഞ്ച് വിൻഡോയാണ്. ഇവിടെ ഓരോ പാളിയുള്ള വിൻഡോ ഈ ഭാഗത്ത് 2 സൈഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗിൽ പ്രൊഫൈൽ LED കാണും. അപ്പോൾ ഇത്രയും മുഖ്യമാണ് താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പർഗോളകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നേരെ ജനലുകളാണ്. അതുപോലെ തന്നെ നല്ലൊരു പ്രകാശം ഈ വീടിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് ആ ഡബിൾ ഹൈറ്റിന്റെ ഭംഗിയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കാണ്. ഇവിടെ ഒരു ചാനലിയർ കൊടുത്തിട്ടുണ്ട്. താഴെ അതിൻ്റെ നല്ല ഒരു വ്യൂ ഉള്ള ഏരിയയാണിത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ വരുന്നത്. TV യൂണിറ്റ് ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഇവിടെ കൊടുത്തിട്ട് ഒരു 3 പാളി ജനൽ ഈ ഭാഗത്തും വരുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ, പിന്നെ വരുന്നത് ബാൽക്കണിയാണ്. താഴത്തെ നിലയിലും ഉള്ള ബെഡ്റൂമിന്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇരുവശത്തും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ജനൽ വരുന്നുണ്ട്. വാർഡ്രോബിന്റെ ഡിസൈനിൽ അല്പം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ കൂടി വാർഡ്രോബിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ. നേരെ നോക്കുമ്പോൾ വാഷ് ബേസിനും. ഇനി പോകുന്നു 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ബെഡ്റൂം. എല്ലാം സെയിം തന്നെയാണ്. ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ബാത്റൂം താഴത്ത് കണ്ട ബാത്റൂമിന്റെ അതേ ഡിസൈൻ, ബെഡ്റൂമും അതേ ഡിസൈൻ തന്നെയാണ്. ഫോൾ സീലിംഗിൽ മാത്രമാണ് അല്പം വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇനി പോകേണ്ടത്. യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഇവിടെയാണ്. വുഡൻ ഫിനിഷിലുള്ള ടൈലാണ് യൂട്ടിലിറ്റി ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സ്പേസ്, ഷീറ്റ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു അലക്കുകല്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഇവിടെ നമുക്കൊരു വാഷ് ബേസിന്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനുള്ള ഗോവണി വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അത് MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി കാണാനുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ തന്നെ കടമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ദൂരം. കാക്കനാട് ടൗണിലേക്കും ഒരു 4.5 കിലോമീറ്റർ താഴെയാണ് അകലം വരികയുള്ളൂ. വിദ്യോദയ സ്കൂളിനോട് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക്
എല്ലാ ഇടത്തേക്കും കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയയിലുമാണ് ഈ വീട് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല വരുന്നത്. ആ സൈഡിലുള്ള വില്ലകളെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. ഇനി 3 വില്ലകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെല്ലാം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ വില 89 ലക്ഷം രൂപയാണ്. പക്ഷെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാനാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.